മുത്തുമണീസ്. അപ്പൊ വീണ്ടും ഞാനൊരു കുട്ടി റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സംഭവം അടിപൊളിയായിട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലിവറും ബ്ലാഡറും കൂടി ഒരു കുറുക്കിയ കറി ഉണ്ടാക്കാൻ പോവാ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെക്കുക, അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് ഗ്രാമ്പൂ, ഒരു ഏലക്ക, കുറച്ച് പട്ട, ഇതെല്ലാം കൂടി നല്ലോണം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടായിക്കോട്ടോ. ഓവർ ചൂടാവാൻ നിന്നാൽ മേലേക്ക് പൊട്ടി തെറിക്കാൻ തുടങ്ങും കേട്ടോ. അതിൻ്റെ സൂചനയാണ് ഈ കാണുന്നത് കേട്ടോ. എനിക്ക് കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ പേടി, അതുകൊണ്ട് ഇട്ട പാടെ നമ്മൾ ഓടി എസ്കേപ്പ് അടിക്കണം. എന്തായാലും അതൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉള്ളി, ഒരു 4-5 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഉള്ളി മാത്രമേ ഇടുള്ളൂ. അപ്പോൾ ഉള്ളി 4-5 എടുത്തിട്ടുണ്ട്. അത് നല്ലോണം സ്ലൈസ് ചെയ്ത് നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ, നല്ല പെട്ടെന്ന് വഴന്ന് കിട്ടുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്, അത്യാവശ്യം തോനെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഉള്ളിൽ തന്നെ ഇട്ട് കൊടുക്കും. അതാകുമ്പോൾ ഒന്ന് പെട്ടെന്ന് വേഗം വഴന്ന് കിട്ടേ. ക്ഷമ വളരെ കുറവാണ് എനിക്ക്, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമില്ലേ. അപ്പം എന്തായാലും നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുത്ത് സെറ്റാക്കി എടുക്കണം. ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഇത് അടച്ചു വെക്കണം കേട്ടോ. ചട്ടി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും, പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. നോൺ സ്റ്റിക്കിലൊക്കെ ആവുമ്പോൾ, പക്ഷെ ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറികൾക്കൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ചട്ടി തന്നെ എടുത്ത് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയത്, നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കാം. ഒരു 4 പച്ചമുളക് നീളത്ത് കീറിയത്, ഒരു തക്കാളി, വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഞാൻ കുക്ക് ചെയ്യുമെന്ന് കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, പ്രത്യേകിച്ച് ലൈവിലിട്ടോ. അതുകൊണ്ട് ഞാൻ നമ്മളെ മല്ലൂസിനെയും ഹരിയേട്ടനെയൊക്കെ ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ വീഡിയോ കാണുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ സംസാരത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് പെരിഞ്ചീരകം ഇടാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണം. പെരിഞ്ചീരകം സ്കിപ്പ് ചെയ്യാതെ ഇടണം. പിന്നെ നമുക്കൊരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും മല്ലിയില ഇട്ട് കൊടുക്കണം കേട്ടോ. മല്ലിയിലാണ് ഹൈലൈറ്റ്. ഈ കറി ഉണ്ടല്ലോ, നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, രാവിലത്തെ വെള്ളയപ്പം, ഇഡ്ഡലി, ഇതിൻ്റെ കൂടെയൊക്കെ കഴിച്ചു നോക്കേണ്ടി അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്താം കേട്ടോ. ആദ്യം നമുക്ക് കാശ്മീരി ചില്ലി ചേർത്തണം. ഒരു 2 സ്പൂണ് കാശ്മീരി ചില്ലി, പിന്നെ ഒരു 2 സ്പൂണ് സാധാരണ എരിവുള്ള മുളക് പൊടി. പിന്നെ വേണ്ടത് നമുക്ക് മഞ്ഞൾപ്പൊടി വേണം കേട്ടോ. കാശ്മീരി 2 സ്പൂണ്, മുളക് പൊടി 2 സ്പൂണ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചിക്കൻ മസാല, കുറച്ച് ചിക്കൻ മസാല, ഒരു 1/2 സ്പൂണ് ചിക്കൻ മസാല, പിന്നെ ഒരു നുള്ള് ഗരം മസാല, കൂടി പോയത് ഗരം മസാല കുത്തൽ വരും കേട്ടോ. പിന്നെ നമുക്ക് ഒരു 1-2 സ്പൂണ് കുരുമുളക് പൊടി, ഇതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മസാലേൻ്റെ പരിപാടി കഴിഞ്ഞ്. ഇനി നമുക്ക് കടുകുറ വഴറ്റും കൂടെ എടുക്കുക കേട്ടോ. സാധാരണ തവയാണ് ചട്ടിയിൽ ഉപയോഗിക്കൽ കേട്ടോ, പക്ഷെ എനിക്ക് തവ സെറ്റാവില്ല. ഞാൻ ഈ ഇടത്തെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്ക് ആ തവയും കൊണ്ട് വേറൊരു വയ്ക്ക് പോകും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ സ്പൂണേ സെറ്റാവുള്ളൂ. അതുകൊണ്ടാട്ടോ ഞാൻ ചട്ടിയിൽ ഈ സ്പൂൺ ഇട്ട് ഇളക്കുന്നത്. ഇനി ഇതിലാരും തെറ്റിദ്ധരിക്കരുതേ. അങ്ങനെ ഇത് നല്ലോണം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ലിവറും ഈ ബ്ലാഡറും എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്ത ലിവറും ബ്ലാഡറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. ഈ മസാല ഇതിലേക്ക് തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക. കൈ കൊണ്ടല്ല, സ്പൂൺ വെച്ചിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി ഒന്ന് നമുക്ക് അടച്ചു വെക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ മസാലയൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ, എന്നാലേ നല്ല ഡാർക്ക് കളറ് കറക്കി വരുള്ളൂ കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇളക്കി നോക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ഈ വെള്ളമൊന്നും അതിൻ്റെ മുന്നേ ഒഴിക്കരുത്. നമ്മൾ ഈ ലിവറൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെക്കണം. കുറച്ച് വെള്ളം അതിൽ നിന്ന് ഇറങ്ങുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് അടച്ചു വെക്കട്ടെ, അടി പിടിക്കൂല. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. ഒന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒരു ഗ്ലാസ് തന്നെ ധാരാളമാണ് കേട്ടോ. ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, ഈ ഉള്ളി എല്ലാം കൂടി വെന്ത് വരുമ്പോഴേക്ക് വെള്ളം ആവും. അപ്പോൾ പാകത്തിന് വെള്ളം ആയിക്കോളൂ കേട്ടോ. പിന്നെ ഒരുപാട് ലൂസായ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമുക്ക് ഇങ്ങനെ ഒരു കുറുകിയ പരിവാകുമ്പോഴാണ് കാണാനും ഭംഗി, കഴിക്കാനും ടേസ്റ്റ് കേട്ടോ. അപ്പം അതാ നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട് കേട്ടോ കറി. ഇനി പെട്ടെന്ന് ആയിക്കോളൂ. ഗ്യാസ് ഒന്ന് ഫ്ലെയിം കുറച്ച് ഒരു കൂട്ടി വെച്ചാൽ മതി, പെട്ടെന്ന് കറി ആയിക്കോളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഓവർ കൂട്ടി വെക്കരുത്, ചട്ടിയാണ്. അടി പിടിച്ചാൽ പിന്നെ കരിഞ്ഞ കറി കൂട്ടി കഴിക്കേണ്ടി വരും കേട്ടോ. നമ്മൾ നെയ്യൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് കറി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വേവാനുണ്ട് കേട്ടോ, നന്നായിട്ട് വേവാനുണ്ട്. ഇത് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ കഴിയില്ല. ഈ ബ്ലാഡറൊക്കെ നല്ലോണം വേവണമല്ലോ.
പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വേവുന്ന സമയത്തില്ലേ ഈ ഉള്ളി കാണാൻ പാടില്ല. അപ്പോഴാണ് കറക്റ്റ് ആ കറിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. എങ്ങനെയാന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടില്ലേ ഉള്ളി ഇതിൽ കാണാനേ പാടില്ല. അപ്പോഴാണ് ആ കറി പാകമാവുന്നത് കേട്ടോ, കറക്റ്റ് പാകമാവുന്നത്. എന്തായാലും ഇതിൻ്റെ ഉള്ളിയൊക്കെ വെന്ത് വഴന്ന് ഇതിൻ്റെ അകത്ത് ഉള്ളിയേ കാണുന്നില്ല. അതാണ് കണ്ടോ ആ കറിക്ക് ഭയങ്കര തിക്നെസ് വരുന്നത്. അതാണ് ഈ കറി ഇങ്ങനെ കുറുകി തിക്കാവുള്ള കാരണം. എന്തായാലും ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നാലും 2-3 മിനിറ്റ് തിളച്ചുകൊണ്ടിരിക്കുമല്ലോ. പിന്നെ ഞാൻ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മളെ ലിവറൊക്കെ കിടത്താൻ കണ്ടോ, ഒന്നും ആയിട്ടില്ല, ഒക്കെ പൊടിഞ്ഞു പോവുക, ഒന്നും ആയിട്ടില്ല കേട്ടോ. എന്താ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. രാവിലത്തേക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ കഴിക്കണം, അടിപൊളിയാണ് കേട്ടോ. നമ്മളെ രാവിലെ ചൂട് വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ. അപ്പം എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ എന്റെ ചാനൽ ആരെങ്കിലും സബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും പെട്ടെന്ന് സബ് ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ കുട്ടി കുട്ടി വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടാറ്റാ.